ഇന്ന് നമുക്ക് നല്ല ഒരു ചമ്മന്തി റെഡിയാക്കി നോക്കാം. ബ്രൊക്കോളി വെച്ചിട്ട് ഒരു ചമ്മന്തി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇത്. ബ്രൊക്കോളി ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഒരു മൺചട്ടിയിലോട്ട് ആദ്യമേ തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് തരം ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ പാകത്തിന് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബദാമാണ്. ഒരു 7-8 ബദാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിട്ട് കുതിർത്ത ബദാമൊന്നുമല്ല, സാധാരണ നമ്മൾ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ബദാമാണ് കേട്ടോ. അപ്പോൾ ബദാമിന് പകരം നിങ്ങൾക്ക് മറ്റേ നമ്മുടെ നിലക്കടലയോ അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടുണ്ടല്ലോ സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വലിയ സവാളയുടെ പകുതിയാട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുമൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ വഴറ്റിയിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുള്ള ബ്രൊക്കോളിയാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ബ്രോക്കോളിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്ന രീതിക്ക് തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഈ ഒരു ചമ്മന്തി ആക്ച്വലി തയ്യാറാക്കുന്നതിന് മുന്നേ വരെ, അതായത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ഇത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളൊരു പ്രതീക്ഷയെ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ, ഞാൻ ഇതിനൊരു ഹ്യൂജ് ഫാനായി മാറി. അപ്പം നിങ്ങളും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രൊക്കോളിയൊക്കെ ഇങ്ങനെ തോരനായിട്ടും മെഴുക്കുവരട്ടിയായിട്ടും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. ബ്രൊക്കോളി ആണെന്ന് പറയത്തില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. ബ്രൊക്കോളിയും തക്കാളിയും അതുപോലെ നമ്മുടെ ഉള്ളിയും എല്ലാം നമ്മൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ബ്രൊക്കോളിയുടെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എണ്ണയെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുത്താലും മതി. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതേ നോക്കിക്കുക, എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില അല്ലെങ്കിൽ പുതിനയില ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പുതിനയിലയാണുള്ളെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം മല്ലിയില ഒരു ചെറിയ കൈപ്പിടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട, ജസ്റ്റ് തേങ്ങ ഒന്ന് ചൂടായാൽ മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ചൂട് ആറാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിക്കകത്തിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കടുകും വറ്റൽമുളകും പിന്നെ കരിയാപ്പില ഇത്രയും സാധനങ്ങൾ താളിച്ച് ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും കൂടെ താളിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി ഒന്നും താളിച്ച് ചേർക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്ത് എളുപ്പത്തിലാണ് നമ്മളൊരു ബ്രൊക്കോളി ചമ്മന്തി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. പിന്നെ നമ്മൾ ഒരുപാട് തേങ്ങയൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള ബ്രൊക്കോളി ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ദോശയ്ക്കും ഇഡലിക്കും സൂപ്പറാണ്. ഇതുപോലത്തെ കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.